ഉയർത്തി അച്ഛന് മൈക്ക് കൈമാറി ദൈവത്തിൻ്റെ വചനം പ്രാഗൽഭ്യത്തോടെ പറയുവാൻ ദൈവം സഹായിച്ചു. ദൈവമാക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റേതായ കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത്, മറ്റു കാര്യങ്ങളല്ല. നമുക്കതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. നമ്മളെ ഈ മറ്റു കാര്യങ്ങളിലെല്ലാം നമ്മുടെ ശ്രദ്ധ തിരിച്ച് നമ്മുടെ ഏകാഗ്രത നശിപ്പിക്കാൻ പിശാച് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് കേൾപ്പാനിടയായി. അത് പ്രാർത്ഥിക്കണമെങ്കിൽ അല്പം വിഷമമാണ്, അത് പ്രാവർത്തികമാക്കണമെങ്കിൽ അല്പം വിഷമമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവിനോട് പ്രാർത്ഥിച്ച് അതാത് ദിവസത്തെ അന്നന്നത്തേക്കുള്ള ആഹാരത്തിനായിട്ട് പോലും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അന്നുള്ള ആഹാരം എന്ത് ചെയ്യണം? തരണമേ. നമ്മളതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ പെട്രോളിൻ്റെ വില കൂടാൻ പോവുക, ഡീസലിൻ്റെ വില കൂടാൻ പോവുക, ഗ്യാസിൻ്റെ വില കൂടി ഇനിയും കൂടാൻ പോവുക. ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആളുകളിൽ ഇപ്പോൾ പലയിടത്തും ജോലിയില്ല. ഗൾഫിൽ അനേക ഇടങ്ങളിലും ജോലിയും കാര്യങ്ങളും കുറഞ്ഞു, പലർക്ക് ശമ്പളം ലഭിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ലോകം പോകുന്നത്. നമ്മളിപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ടൗണുകളിലൊക്കെ ചെന്നാൽ ഹോട്ടലുകൾ പോലും അടച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. ആ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനം ഭാവി കാലത്തേക്കാണ് പഠിക്കുന്നതെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ആ കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുക? വന്നിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പിന്നെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, മുമ്പേ കേട്ട പോലെ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ, സ്തോത്രം, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ ഒറ്റ പ്രാർത്ഥനയിൽ തന്നെ മറുപടി ഇല്ലാത്ത അനേക കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയിൽ. കാരണം നമ്മുടെ കടക്കാരോട് ഒരിക്കലും ക്ഷമിക്കത്തില്ല. നമ്മളെ ഉപദ്രവിക്കുന്നവരോട് അവരെങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നുള്ള ചിന്തയിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുക. നമ്മളെ സ്കാൻ ചെയ്യുന്നൊരു കർത്താവുണ്ട്, നമ്മുടെ അവസ്ഥ അറിയുന്നൊരു കർത്താവുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചതുപോലെ നമ്മുടെ കടങ്ങളും പാപങ്ങളും നമ്മളോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അപ്പോൾ കടക്കാരോട് നമുക്ക് ക്ഷമിപ്പാൻ കഴിയണം. കടമെന്ന് വരുമ്പോൾ പൈസ മാത്രം മേടിക്കുന്ന കാര്യമല്ല. പൈസ അത് വേറൊരു കാര്യം. എന്നാൽ മറ്റ് നമ്മളുമായിട്ടുള്ള ഇടപെടലുകളിലൊക്കെ, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ക്ഷമിക്കാൻ കഴിയേണ്ടിടത്ത് ക്ഷമിക്കാൻ കഴിയണം. ക്ഷമിക്കാൻ കഴിയുന്നിടത്ത് ക്ഷമിക്കാൻ കഴിയണം. സ്തോത്രം. എങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഹല്ലേലൂയ. ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് ഈ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾ, ഒരു UK നിന്നൊരു അമ്മയും മോളും കൂടെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് ശ്രദ്ധിക്കും. അമ്മയെ അവളവിടെ കൊണ്ടുപോയതാണ്. പക്ഷേ അമ്മ എന്തെടുത്ത് കഴിഞ്ഞാലും മോള് വഴക്കുണ്ടാക്കും. അമ്മ ഒരു ആപ്പിൾ എടുത്ത് കണ്ടിക്കുമ്പോൾ പറയും, ഇത് പിന്നെ പിള്ളേർക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറയും. അപ്പോഴത്തേക്ക് അമ്മ ആപ്പിൾ അവിടെ വെച്ചേച്ച് പോകും. അത് കഴിഞ്ഞ് അമ്മ ബദാം പരിപ്പ് അത് ഒരു ഡിബ്ബ എടുക്കുമ്പോഴത്തേക്ക് മോള് വന്ന് പറയും, ഇത് പിള്ളേർക്ക് അടിച്ച് ഷെയ്ക്ക് പോലെ അടിച്ച് കുറുക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറയും. അപ്പോൾ അമ്മ അത് വെച്ചേച്ച് പോകും. അപ്പോൾ അമ്മ പറഞ്ഞ്, എൻ്റെ ഈ മീൻ കൂട്ടി കഴിച്ചപ്പോൾ വായിലൊരു ചൊവ വന്നു, ആ ചൊവയൊന്ന് മാറാൻ വേണ്ടിയാണ് ഇതിട്ടതെന്ന്. ഒരു കഥ പോലാണേലും ഉടനെ തന്നെ മോള് അമ്മയോട് പറയുകയാണ്, അങ്ങനെയുണ്ടെ മീൻ കൂട്ടരുത്, എന്തിനാ ഇതെല്ലാം കൂടെ വെട്ടി വിഴുങ്ങുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം നമ്മുടെ അവസ്ഥ അത് നോക്കി. കാരണം കഥയാണെന്ന് പറഞ്ഞാലും കഥ കാര്യമുണ്ട്. അപ്പോൾ ആ അമ്മയുടെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതുപോലത്തെ കാര്യങ്ങളിലെല്ലാം ക്ഷമിക്കാൻ കഴിയുമോ? ഇതൊക്കെ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ചിലപ്പോൾ നമ്മളെ നമ്മുടെ പ്രസ്റ്റേജിനെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ടാകാം. പക്ഷേ കർത്താവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥന, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. സ്തോത്രം. അത് ഒരു വിശ്വാസി പ്രാർത്ഥിക്കണമെങ്കിൽ അതിനുള്ള പ്രാഗൽഭ്യം നേടിയെടുക്കണം. നമ്മളെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ പറയും. അപ്പോൾ അത് കേൾക്കുമ്പം നമുക്കും വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നും. നമ്മളെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ നമ്മളെക്കുറിച്ച് പറയാത്തത് കൊണ്ടാണ് നമുക്ക് വിഷമമില്ലാത്തത്. നമ്മളെക്കുറിച്ച് ഇല്ലാത്ത വചനങ്ങൾ നമ്മുടെ വീട്ടുകാർ തന്നെ പറയുന്നില്ലേ, നമ്മളെ നാട്ടുകാർ പറയുന്നില്ലേ ഇല്ലാത്ത കാര്യങ്ങൾ. ഇതെല്ലാം കേൾക്കുമ്പം നമുക്ക് വല്ലാത്ത വിഷമം തോന്നും.
വല്ലാത്ത വിഷമം നമുക്ക് തോന്നും. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ അതിനെ ഒന്ന് അതിജീവിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. നാം വെളിപ്പാട് പുസ്തകമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും വെളിപ്പാട് പുസ്തകം ചിന്തിച്ച് സഹസ്രാബ്ദ വാഴ്ചയിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഈ ഇസ്രായേൽ മക്കൾ വീണ്ടും പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. ഇപ്പോൾ അവർ ജയിച്ച് നിൽക്കുകയാണ്, എല്ലാ രീതിയിലും അവർ മുന്നേറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണുവാനിടയായി, ഈ ചെങ്കടലിലെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൂയസ് കനാൽ വഴിയാണ് വലിയ കപ്പലിൻ്റെ റൂട്ട് മാർഗം പോകുന്നത്. അവർ ഇസ്രായേലിൽ പ്ലാൻ ചെയ്യുന്നൊരു പദ്ധതിയുണ്ട്. അടുത്ത ആ കടലിൽ കൂടെ, ഈജിപ്തിൻ്റെ സൈഡിൽ കൂടെയുള്ള കടലിൽ കൂടെ, നൈൽ നദിയുടെ സൈഡിലുള്ള ഈജിപ്തിൻ്റെ കടലിൽ കൂടെയുള്ള അതുവഴി ഇസ്രായേൽ മരുഭൂമിയിൽ കൂടി 250 കിലോമീറ്റർ നീളത്തിൽ സൂയസ് കനാൽ പോലെ തന്നെ ഒരു കനാൽ ഉണ്ടാക്കാൻ അവർ പ്ലാൻ ചെയ്യുക. അപ്പം ഈ ബിസിനസ് എല്ലാം അതുവഴി കടന്നു പോകും. ഇപ്പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മാറും. സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങൾക്കെല്ലാം മാറ്റം വരുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവർ സകല ജാതികളിലേക്കും ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുകയാണ്. അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരാക്കി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേമിനെ എന്ത് ചെയ്യും? ചവിട്ടിക്കളയും. ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയുന്ന ഒരനുഭവം ഉണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സക്കറിയ പ്രവചനത്തിൽ കൂടെ അത് വായിച്ച് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇത് ചിന്തിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വചനത്തെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യമുണ്ടാകണം. അപ്പോൾ അന്നേരമാണ് അവസാന സമയത്തേക്ക് വരികയാണ്. അങ്ങനെ ഒരു അനുഭവം കൂടെ ഉണ്ട്. നമുക്കറിയാം, ഇപ്പം ഏകദേശം ഒട്ടുമിക്ക രാജ്യങ്ങളും ഇസ്രായേലിനെതിരായിട്ട് നിൽക്കുകയാണ്. അവസരം വരുമ്പോൾ എല്ലാവരും ഒന്നിക്കും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു അനുഭവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ അനുഭവം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. കാരണം അവർ കുത്തിയവങ്കിലേക്ക് നോക്കി എന്ത് ചെയ്യണം? നിലവിളിക്കണം. സ്തോത്രം. ചില കാര്യങ്ങൾ ദൈവം നിശ്ചയിക്കുന്നത് പോലെ തന്നെ സംഭവിക്കുകയുള്ളൂ. ചില കാര്യങ്ങൾ ദൈവം നിശ്ചയിക്കുന്ന പോലെ തന്നെ സംഭവിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളത് ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ പ്ലാനിൽ ഓരോ കാര്യങ്ങളുണ്ട്. അതാ നിവൃത്തിയാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുന്ന് കിടുമുറിയിൽ നിന്ന് ബാംഗ്ലൂരിന് ടൂറ് പോയ സഹോദരിമാർ അവരുടെ ആഗ്രഹത്തോടെ പ്ലെയിനെ കയറാത്തത് കൊണ്ട് കുടുംബശ്രീയിൽ നിന്ന് ആഗ്രഹത്തോടെ പ്ലെയിനെ കയറി ആദ്യമായിട്ട് പോയതാണ്. അവരവിടെ ചെന്നപ്പോൾ ഒരിക്കലും പെയ്യാത്ത മഴ 1.5 മണിക്കൂർ. അവർ പലരും പല കെട്ടിടത്തിലും പള്ളിയിലും ഒക്കെ കയറി നിന്നു. ഇവരൊരു മതിലിനോട് ചേർന്ന് ടാർപ്പ കെട്ടിയിരുന്ന ആ ഒരു സ്ഥലമുണ്ട്. ടാർപ്പ കെട്ടിയിട്ടേക്കും. അപ്പം അവിടെ അവർക്ക് നനയാതെ നിൽക്കാം. നമ്മളാണേലും നിൽക്കും. ഈ 1.5 മണിക്കൂർ നേരത്തേക്ക് മഴ പെയ്തപ്പം ആ മതിൽ, വേനൽ മഴയല്ലേ, മതിൽ അതുപോലെ വെള്ളമായി ആ മതിൽ അവരുടെ മേൽ ഇടിഞ്ഞു വീണു. എനിക്കും ഭയങ്കര സങ്കടം തോന്നി. ഇവിടെ തലേദിവസം നിന്നോരാ, ടൂറ് പോയതാ, സന്തോഷിക്കാൻ പോയതാ. അവർ പോയപ്പോൾ എയർപോർട്ടിൽ നിന്നുള്ള ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ ഇട്ടതാണ്, എല്ലാം ഇട്ടതാണ്. പക്ഷേ അവിടെ ചെന്നു നമ്മളതിലൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ദൈവം അവർ ജനിച്ചപ്പോൾ തന്നെ ഇവരവിടെ പോകണമെന്നും ഈ മതിൽ ഇടിഞ്ഞു വീഴണമെന്നും ആ മഴ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ട് പെയ്യാൻ മേലായിരുന്നു. അത് ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ കണക്കിൽപ്പെട്ട കാര്യമാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റേതായ കണക്കിൽപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങളാരും ഇത് പേടിക്കുമെന്നും ചെയ്യും. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു നിശ്ചയമുണ്ട്, നമ്മളെങ്ങനെയാണ് മരിക്കേണ്ടതെന്നുള്ളത്. ഹല്ലേലൂയ. നമ്മളെക്കുറിച്ചൊരു നിശ്ചയമുണ്ട്. ആ നിശ്ചയപ്രകാരം നമ്മൾ പോകും. ആരും പേടിച്ചിരിക്കേണ്ട കേട്ടോ. നമ്മളെക്കുറിച്ച് എന്താ നിശ്ചയമെന്ന് വെച്ചാൽ അതിന് മാറ്റമില്ല. നമ്മൾ വചനം വായിക്കുന്നുണ്ട്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. സ്തോത്രം. നമ്മളെക്കുറിച്ചുള്ള നിശ്ചയം. സ്തോത്രം. നാം ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കണം, എത്ര ദിവസം ജീവിക്കണം,
നമ്മളെപ്പോഴും ഇടയ്ക്ക് പറയുന്നതാണ് 100 വർഷം ജീവിച്ചാൽ 33,560 ദിവസമേ ജീവിക്കത്തുള്ളൂ. 36,500 ദിവസമേ എന്ത് ചെയ്യും? 36,500 ദിവസമാണ് 100 വയസ്സിൻ്റെ കാലം. ഒന്ന് ചിന്തിച്ചേ. അപ്പോൾ നമ്മുടെ കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. 36,500 ദിവസം ജീവിച്ചാൽ നമുക്ക് 100 വയസ്സാവും. അപ്പം എത്ര ദിവസമാണ് നമുക്ക് ജീവിക്കാനുള്ളത്? അത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ? നമ്മൾ ഉള്ള സമയം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം. അല്ലാതെ ഈ ജീവിതം നമ്മൾ ഞരങ്ങിക്കൊണ്ടും വഴക്കുണ്ടാക്കിയും പ്രയാസം ഉണ്ടാക്കിയും ജീവിക്കരുത്. ഉള്ള സമയം സന്തോഷത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. ഉള്ള സമയം ഈ അത്രയും ദിവസമേ ഉള്ളൂ. അത് നമ്മളൊക്കെ അതിൻ്റെ 3/4% കഴിഞ്ഞില്ലേ? ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണം. പിന്നിനി എത്ര? നമുക്ക് 10 വർഷം കൂടെ ജീവിക്കാനുള്ള ആയുസ്സുള്ളെങ്കിൽ 3650 ദിവസം നമ്മൾ ജീവിക്കത്തുള്ളൂ. നിങ്ങളെ ബൈബിൾ ക്ലാസ്സിൽ കൊണ്ടൊന്ന് പേടിപ്പിക്കുകയല്ല, നമ്മളൊന്ന് അറിയണം. 10 വർഷം കൂടെ നമുക്ക് ജീവിക്കാൻ ആയുസ്സുള്ളെങ്കിൽ, 10 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വയസ്സിനേക്കാളിൽ 10 വർഷം കൂടെ കൂടും. ഞാൻ ഇന്നലെ ഇവിടുത്തെ കുറച്ച് പുല്ല് പറിച്ചതാണ്. എനിക്കറിയത്തില്ല എനിക്കിപ്പോൾ അങ്ങോട്ട് തിരിയാൻ മേലെ ഇങ്ങോട്ട് തിരിയാൻ മേലെ വിലങ്ങുക. അപ്പോൾ ഞാനൊരു പ്രത്യേക പോസിലാണ് ഇവിടെ വിലങ്ങുമ്പോൾ ഒരു പ്രത്യേക ദിവസം മസിൽ പിടിച്ചിരിക്കുക. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇങ്ങനെ വിലങ്ങാൻ കാരണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പോയിട്ട് ഈ കറുകപ്പുല്ല് പോലത്തെ പുല്ലുണ്ടായിരുന്നു, അത് ഞാൻ കുറേ വലിച്ചു പറിച്ചു. അപ്പം അത് എനിക്ക് സഹിക്കാൻ വയ്യാതെ വന്നു. ഒരു പുല്ല് പറിക്കാനുള്ള ആംബിയർ പോലും നമുക്കില്ലാതായി എന്നുള്ളൊരു സത്യം നമ്മൾ അറിയണം. അല്ലാതെ വേറെ ഒരു കാരണമില്ല. അപ്പോൾ ഇങ്ങനെ വലിച്ച് പറിച്ച് മസിൽ പിടിച്ച് പറിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പോവും. അപ്പോൾ ഇനി ഇച്ചിരൂടെ കഴിയുമ്പോൾ പിന്നെ എന്നാ ചെയ്യാൻ പറ്റും? നമ്മളെ കാണാൻ മാത്രം കൊള്ളും, കാണാനും കൊള്ളാതെ വരും. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ജീവിതത്തിൻ്റെ ആയുസ്. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യിക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക, സന്തോഷത്തോടെ ജീവിക്കുക, സഭയിൽ സന്തോഷത്തോടെ ആകുക, വീട്ടിൽ സന്തോഷത്തോടെ ആകുക. സഭയിൽ വരുന്നത് സമാധാനത്തിന് വേണ്ടിയാണ്. അസമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യവും സഭയിൽ പാടില്ല. അസമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യവും വാക്യങ്ങളിലാണേലും സാക്ഷ്യത്തിലാണേലും ഒന്നും അസമാധാനം ഉണ്ടാകുന്ന കാര്യങ്ങൾ, ആരോടെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയണം. അതല്ലാതെ അസമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യവും വീട്ടിലെ കാര്യവും നാട്ടിലെ കാര്യവും ഒന്നും സഭയെ കൊണ്ടുവരരുത്. നമുക്ക് സഭയെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് നമ്മൾ വരുന്നത്. സഭയിൽ ഒരു കാര്യവും കൂട്ടിച്ചോദ്യ പരിപാടി ഇവിടെ നടക്കത്തില്ല. അങ്ങ് കോടതിയിൽ പോയി കൂട്ടിച്ചോദിച്ചാൽ മതി. ചില ആളുകളുണ്ട് കൂട്ടിച്ചോദ്യയില്ല. ഞാൻ കൂട്ടിച്ചോദിച്ചിട്ടേ ഉള്ളൂ. കൂട്ടിച്ചോദിക്കുന്നതൊക്കെ വീട്ടിൽ, സഭയിലല്ല കൂട്ടിച്ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ചുരുങ്ങിയ കാലമേ ഉള്ളൂ നമ്മളിവിടെ. അപ്പോൾ ആ ഉള്ള സമയം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും നമ്മൾ പോയി കഴിഞ്ഞാൽ എത്ര നല്ലതാണ്. നമ്മൾ മനസ്സിലാക്കണം, പിശാച് ഭയങ്കര തന്ത്രജ്ഞനാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരാകരുത്. പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരാകരുത്. സ്തോത്രം. പിശാച് എന്തെല്ലാം തന്ത്രമാണ് ഒരുക്കുന്നതെന്നറിയാം. ഇന്നലെ ഞങ്ങളുടെ സ്റ്റെഫൻ ചെന്ന് പുള്ളിക്കാശ്ശേരി ജോയിങ്ങളുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അപ്പച്ചൻ എന്നെ തല്ലും, അമ്മച്ചി എന്നെ തല്ലും, മമ്മി എന്നെ തല്ലും, സ്റ്റാൻ തല്ലും, പിന്നെ സ്റ്റീവ് തല്ലും. തല്ലാത്ത ഒരേ ഒരാൾ അവൻ്റെ അപ്പച്ചൻ ടൂവാ, നിലമ്പൂരിലെ അപ്പച്ചൻ. ഇത് കേൾക്കുമ്പോൾ എന്നാ വരും? ഇത്രേ ഉള്ളേലും അവൻ അവിടെ ചെന്ന് പാര വെച്ചോ? ഇതുവരെയും നമ്മൾ അവനെ തല്ലിയിട്ടില്ല. ഞാൻ തല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ അവൻ അവിടെ ചെന്ന് എന്താ പറയുന്നത്? അപ്പച്ചൻ തല്ലി, അമ്മച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചി കൊടുക്കുന്നതിന് ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട്. അമ്മച്ചി തല്ലി, പിന്നെ ചേട്ടൻ തല്ലി. ചേട്ടനും എന്നെല്ലാം അടി അവൻ്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പം ഞാനൊന്ന് ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഇത് തന്നെ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നു. അവൻ തല്ലിയിട്ട് നമ്മൾ തല്ലിയെന്നാക്കും. മുട്ടേന്ന് വിരിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ അവൻ തല്ലിയിട്ട് അവൻ തല്ലിയത് മറ്റുള്ളവർ തല്ലിയെന്ന് പറഞ്ഞാക്കും. ഈ കളികൾ ഇതാ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനു മുമ്പ് ഇസ്രായേലിൽ സ്തോത്രം അവർ പീഡയിൽ കൂടി കടന്നു പോകും. അതിനുശേഷം ഈ സഹസ്രാബ്ദത്തിലേക്ക് വരുമ്പോൾ ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്ത സ്ഥലം ദൈവം അവർക്ക് നൽകും. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തൊരു സ്ഥലമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18-ാമത്തെ വാക്യം.
ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18-ാമത്തെ വാക്യം. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അന്ന് അബ്രഹാമിനോട് യഹോവ ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്കും ഞാൻ മിസ്രയീം നദി തുടങ്ങി. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേ. ഇസ്രായേലിൻ്റെ അതിര് ദൈവം കൊടുത്തിരിക്കുന്ന അതിര് അതാ കേട്ടോ. എന്ന് വെച്ചാൽ മിസ്രൈമ്യ നദി എന്ന് വെച്ചാൽ നൈൽ നദി. നൈൽ നദി ഈജിപ്തിൻ്റെ അവിടെ മുതൽ ദൈവം അബ്രഹാമിനോട് അവകാശം പറഞ്ഞേക്കുന്ന ഇതുവരെ അവർക്ക് ലഭിച്ചില്ല. ദാവീദ് രാജാവിൻ്റെ കാലത്ത് കുറേ കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിച്ചു. ശലോമോൻ്റെ കാലത്ത് ലഭിച്ചു. എന്നാൽ അവർ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക്, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ മിസ്രയീം നദി മുതൽ ഫ്രാത്ത് നദിയായ മഹാനദി, ഫ്രാത്ത് നദി എന്ന് പറയുന്നത് യൂപ്രട്ടീസ് നദിയാണ്. ഇറാഖിൻ്റെ കൂടെ ഒഴുകുന്ന നദിയാണ് ഫ്രാത്ത്. ഈ ഫ്രാത്ത് നദി ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം നിങ്ങളിവിടെ ക്വിസ് മത്സരമൊക്കെ നടത്തിയായിരുന്നു. ഏദനിക്കൂടെ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു നദിയാണ് ഫ്രാത്ത്. അപ്പോൾ അത് ഏദൻ എവിടെയാണെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല, ആ ഭാഗത്താണ്. പക്ഷേ അത് അതിൻ്റെ മണ്ണിനടിയിലേക്ക് പോയി എന്നാണ് നമ്മൾ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഫ്രാത്ത് നദി ഇസ്രായേലിൻ്റെ അതിര് ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നതാണ് അവിടം വരെ അവർക്ക് കൊടുക്കുമെന്ന്. എന്നിട്ട് ഇപ്പോൾ അവരൊരു ചെറിയ രാജ്യം, കേരളത്തിൻ്റെ പകുതി പോലും ഇല്ലാതിരിക്കുകയാണ്. പക്ഷേ സഹസ്രാബ്ദത്തിലേക്ക് വരുമ്പോൾ ദൈവം ഈ ഭാഗം അവർക്ക് എന്ത് ചെയ്യും? കൊടുക്കും. സ്തോത്രം. ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യം അവർക്ക് വേണ്ടി കൊടുക്കും. ഫ്രാത്ത് നദി വരെ, ഫ്രാത്ത് മഹാനദി വരെയുള്ള ഈ ദേശത്തെ ആ ദേശത്തെ അവിടെയുള്ള ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് നിനക്ക് തരുമെന്ന് അബ്രഹാമിനോട് അവൻ്റെ സന്തതിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, സ്തോത്രം, ഈ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പുതിയ സഹസ്രാബ്ദത്തിൻ്റെ അനുഭവം വരുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ ഇരുന്ന് വായിച്ചാൽ മതി. വായിച്ച ഓരോ ദേശം ഓരോ ആളുകൾക്ക് ഭാഗം ചെയ്തു കൊടുക്കുക. ഓരോ ഭാഗം ദൈവം വാഗ്ദത്തം ചെയ്ത സ്ഥലം ഓരോ ഗോത്രത്തിന്. അത് നിങ്ങൾ വീട്ടിലൊന്നിരുന്ന് വായിക്കണേ. ഞാൻ പറഞ്ഞ കാര്യം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളതൊന്ന് വായിക്കണം. ആ 2-3 അധ്യായങ്ങൾ ഈ ദിവസങ്ങളിലൊന്ന് വായിക്കണം. 45 വരെയുള്ള വാക്യങ്ങൾ, അധ്യായങ്ങളൊന്ന് വായിക്കണം. എന്നാലേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുവാനിടയാകത്തുള്ളൂ. കാരണം ദൈവം ആ രാജ്യം, സ്തോത്രം, അവർക്ക് കൊടുക്കുക. സ്തോത്രം. 44-ാം എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഹസ്രാബ്ദ കാലത്തെ ആലയത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഹോംവർക്ക് ഇട്ട് തരികയാണ്. ഈ എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 44 മുതലുള്ള വാക്യങ്ങൾ, 43-ഉം 44-ഉം അധ്യായങ്ങളൊക്കെ നമ്മളൊന്ന് വീട്ടിലിരുന്ന് വായിക്കണം. ഇത് സഹസ്രാബ്ദ കാലത്ത് ഇപ്പോൾ യെരൂശലേമിൽ ദേവാലയമില്ല. ദേവാലയം എന്ന് പറഞ്ഞാൽ യെരൂശലേം ആലയമില്ല. എല്ലാം അവർ ഒരുക്കിയിരിക്കുക. ഇനി നമ്മൾ നേരത്തെ ചിന്തിച്ചായിരുന്നു, ഇവർ, സ്തോത്രം, ഇപ്പോൾ ആലയം ഇല്ലാത്തതുകൊണ്ട് എതിർ ക്രിസ്തു വരുമ്പം അവർക്ക് ഒരാലയം എതിർ ക്രിസ്തു ഉണ്ടാക്കി കൊടുക്കും. ആൻറ്റി ക്രിസ്റ്റ് അവർക്ക് ആലയം ഉണ്ടാക്കി കൊടുക്കും, മഹോദ്രകാലത്തിലെ ആലയം. സ്തോത്രം. എന്നാൽ സഹസ്രാബ്ദ കാലത്ത് 1000 ആണ്ട് വാഴ്ചയിലെ ആലയവും അതിലെ ആരാധനയുമാണ് 44-ാം അധ്യായത്തിൽ, സ്തോത്രം, കാണുന്നത്. എസെക്കിയേൽ പ്രവചനം 44-ാം അധ്യായത്തിൽ സഹസ്രാബ്ദ കാലത്തെ ദേവാലയത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ദേവാലയമില്ല. ഇനിയും ഒരു ദേവാലയം ഉണ്ടാകും. എതിർക്രിസ്തുവിൻ്റെ കാലത്ത് എതിർക്രിസ്തു അവരെ വശീകരിക്കുന്ന ഞാൻ നിങ്ങൾക്ക് ആലയം പണിതു തരാമെന്ന് പറഞ്ഞ് അവൻ ആലയമുണ്ടാക്കും. 3.5 വർഷം കഴിയുമ്പോൾ അവൻ്റെ വിഗ്രഹം അവനെടുത്ത് ആ ആലയത്തിൽ വെക്കും. അപ്പോൾ യഹൂദന്മാരെതിർക്കും, പ്രയാസമുണ്ടാകും, അവരെ യഹൂദന്മാരെ കൊല്ലുവാനിടയായിത്തീരും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇനിയും ഈ പൗരോഹിത്യം തന്നെ, അതിനകത്ത് ചില അഹരോന്യ പൗരോഹിത്യം സ്ഥാപിക്കപ്പെടുമെന്നാണ് 44-ാം അധ്യായം 15 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അഹരോന്യ പൗരോഹിത്യം എന്ന് വെച്ചാൽ, സ്തോത്രം, പണ്ടുണ്ടായിരുന്ന
അതിന് ചേർന്ന് ഞാൻ ചില വാക്യങ്ങളിലൂടെ വായിച്ച് കേൾപ്പിക്കാം. 44-ാം അധ്യായം 15 വാക്യങ്ങളൊന്ന് വായിച്ചു മോളെ. ഇസ്രായേൽ മക്കൾ എന്നെ വിട്ട് തെറ്റിപ്പോയ കാലത്ത് എന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യവിചാരണ നടത്തിയിരുന്ന സാദോക്കിന്റെ പുത്രന്മാരായ ലേവ്യ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന്. ലേവ്യ പുരോഹിതന്മാര് ഇപ്പോഴും അവർ വേർതിരിക്കപ്പെട്ട് നിൽക്കുക. അവരെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കണം. ഇപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ലേ, ഇനി ആലയവും യാഗവും ഒക്കെ വേണ്ടതെന്ന്. സത്യത്തിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ പ്ലാനല്ലേ? നമുക്കറിയാവോ, നമ്മൾ ദൈവത്തിൻ്റെ പ്ലാനല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? ദൈവത്തിൻ്റെ പരിപത്തിയെക്കുറിച്ച് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഈ വചനത്തിൽ കൂടിയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്. ഈ വചനത്തിൽ കൂടി അവൻ ആ സാദോക്കിൻ്റെ ആ പുരോഹിതന്മാരെ, ലേവ്യ പുരോഹിതന്മാരെ എന്ത് ചെയ്തിരിക്കുകയാണ്? ശുശ്രൂഷയ്ക്ക് വേണ്ടി. നിങ്ങൾ അറിയേണ്ട ഒരു സത്യമുണ്ട്, ഇപ്പോൾ യഹൂദന്മാർ ലേവ്യ പുരോഹിതന്മാർക്ക് ട്രെയിനിങ് കൊടുത്ത് നിർത്തിയേക്കുക. അവരുടെ ഗോത്രം അവർ ട്രെയിനിങ് കൊടുത്ത് നിർത്തിയേക്കുക ലേവ്യ പുരോഹിതന്മാരെ. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു, മണിപ്പൂരിൽ നിന്ന് നമ്മുടെ ദേശത്ത് നിന്ന് ഇസ്രായേലിലേക്ക് മനശ്ശെ ഗോത്രത്തിലെ ഒരു ഗോത്രത്തെ കാണാതായിട്ടുണ്ട്. ആ ഗോത്രം അവർ DNA പരിശോധിച്ചപ്പോൾ ഇവരായിരുന്നു. അവർ AD BC 750 ആ കാലങ്ങളിൽ നാട് കടക്കപ്പെട്ട ആളുകളാണ്. അവർ പല രാജ്യങ്ങളിൽ പോയി പീഡിപ്പിക്കപ്പെട്ടു. ഇപ്പോഴും അവർ മണിപ്പൂരിൽ ആ കുക്കികളും ഇവരും തമ്മിലുള്ള ആ വഴക്കിൽ ഇവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോഴും അവരായിരിക്കുന്ന ഇടത്ത് അവരുടെ ആരാധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ മണിപ്പൂരിൽ വന്ന് താമസിച്ചിട്ട് വർഷങ്ങളായിട്ടും 2700 2700 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ ആ ഹീബ്രു ഭാഷ സംസാരിക്കുക. അവരുടെ പാരമ്പര്യം അനുസരിച്ച് തന്നെ അവർ പോവുക. അവർ ഇന്ത്യൻ പൗരന്മാരാണേലും അവരുടെ രീതികളെല്ലാം അങ്ങോട്ട് അതേ രീതിയിൽ അവർ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും അവരെ സമ്മതിച്ചു, അവരെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അവരാ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ നിന്ന് നമുക്കൊന്ന് സ്വോത്രം ചെയ്യാൻ പോലും തോന്നുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, അവർ ഇസ്രായേലിലേക്ക് പോകുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സ്വോത്രം പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തേക്ക് ഇവനെല്ലാം അവിടെ ചെല്ലും. ആ രാജ്യം, ഈ യഹൂദന്മാരെല്ലാം അവരുടെ രാജ്യത്തിലേക്ക് ചെല്ലും. ആ ചെല്ലാനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് സിറിയയിലേക്കും ലെബനോണിലേക്കും ഗസയിലേക്കും ഒക്കെ അവർ കയറി ആക്രമിക്കുമ്പോൾ എല്ലാവർക്കും അവരെ കുറ്റം പറയും. കാരണം അവർക്കത് ആക്രമിച്ചത് കീഴ്പ്പെടുത്തിയേ പറ്റുള്ളൂ. ഈ വരുന്ന ജനത്തെ താമസിപ്പിക്കണ്ടേ? ഈ ചെരുന്ന ജനത്തെ ഗസയിലേട്ടും അതുപോലെ തന്നെ സിറിയയുടെ ഭാഗത്തേക്കും ലെബനോൻ്റെ ഭാഗത്തേക്കുമാണ് അപ്പാർട്ട്മെൻറ്റുകൾ പണിതുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലെയല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്ലാനിങ്ങും ഭംഗിയായിട്ടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവർ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ യുദ്ധവും ഈ കാര്യവും ഇവർ പോകുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ സമയമായി എന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മളീ പറയുന്ന വചനം ശരിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ഉപജീവന ചിന്തകളാലും ഭക്ഷണകാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആ ദിവസം പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ നിങ്ങൾ എന്തു ചെയ്യണം? സൂക്ഷിക്കണം. നമുക്കെല്ലാം ഉപജീവന ചിന്തകളുള്ളവരാ. എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവരാ. നമ്മൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം ചിന്തിച്ച് ആ ദിവസം നമുക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം. ഏത് ദിവസമാണ്? നമ്മുടെ കർത്താവിൻ്റെ വരവ്. ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ഈ നമ്മൾ വായിച്ചോളെ, താഴോട്ട് വായിക്കും. ലേവ്യ പുരോഹിതന്മാർ എനിക്ക് ശുശ്രൂഷ ചെയ്യേണ്ടതിന് എന്നോട് അടുത്തു വരികയും മേധസ്സും രക്തവും എനിക്ക് അർപ്പിക്കേണ്ടതിന് എൻ്റെ മുൻപാകെ നിൽക്കുകയും വേണമെന്ന്. കണ്ടോ, സഹസ്രാബ്ദത്തിൽ വരുമ്പോഴും നിങ്ങൾ വചനം പഠിക്കുകയാണല്ലോ, അന്നേരവും ഈ യാഗമുണ്ട്. പക്ഷേ നമ്മൾ ഈ പുസ്തകം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഈ ദേവാലയത്തിൽ പഴയ ആദിമ കാലത്തെ പെട്ടകമില്ല. മന്നായിട്ട് വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും കൃപാസനവും ഇതിനകത്തില്ല. നിങ്ങളതാ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. സബ്രാദ് ആലയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അവിടെ മന്നായിട്ട് വെച്ച പെട്ടകമുണ്ട്, പൊൻപാത്രമുണ്ട്, ദേവാലയത്തിൽ പെട്ടകമുണ്ട്, മന്ന ഇട്ട് വെച്ച പൊൻപാത്രമുണ്ട്, അഹരോന് എൻ്റെ തളുത്ത വടി,
ഉണ്ട്, സ്തോത്രം. അതുപോലെ തന്നെ കൃപാസനമുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും അതിനകത്തുണ്ടായിരിക്കത്തില്ല, പക്ഷെ യാഗമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. 45:17 വായിച്ച മോളെ. എന്നാൽ അകത്തെ പ്രാകാരത്തിന്റെ വാതിൽക്കത്ത് കടക്കുമ്പോൾ അവർ ശരണവസ്ത്രം ധരിക്കണം. അകത്തെ പ്രാകാരത്തിന്റെ വാതിൽക്കലും ആലയത്തിനകത്തും ശുശ്രൂഷ ചെയ്യുമ്പോൾ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുത്. അവരുടെ തലയിൽ ശരണം കൊണ്ടുള്ള തലപ്പാവും അരയിൽ ശരണം കൊണ്ടുള്ള കാൽപ്പായവും നിങ്ങൾ ഒന്ന് ചിന്തിക്കണേ. ആ ഭാഗം വായിക്കുമ്പോൾ ഈ പുരോഹിതന്മാർ വരുമ്പോൾ അവർ ആട്ടുരോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുതെന്ന് എന്ന് വെച്ചാൽ അവരുടെ വിയർക്കും. അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരുടെ വിയർപ്പ് പോലും അവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചേ. പുരോഹിതന്മാരുടെ വിയർപ്പും ഒരു അശുദ്ധിയാണ്, എന്നുവെച്ചാൽ വിസർജ്യമാണ്. അപ്പോൾ അവിടെ ഞാൻ ഇതായിട്ട് പറയുന്നതല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. കർത്താവ് അങ്ങനെ ഒരു ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രത്യേകം അവിടെ ഡ്രസ്സ് പറയുക. കമ്പിളി ഉടുപ്പ് കൊണ്ട് ഇത് ആട്ടുരോമം കൊണ്ട് ഉണ്ടാക്കിയാൽ അവർ വിയർക്കും. അതുകൊണ്ട് വിയർക്കാത്ത ശണവസ്ത്രം അവർ ധരിക്കണം. പിന്നെ അവർക്ക് എന്താ കൊടുത്തേക്കെന്ന് അറിയാമോ? കാൽച്ചട്ട ധരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പുരോഹിതന് പ്രമാണം കൊടുത്തിരിക്കുക, കാൽച്ചട്ട ധരിക്കണം എന്ന് വെച്ചാൽ ആ പുരോഹിതൻ്റെ നഗ്നത കാണാനിടയാകരുത്. ആലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ നഗ്നത കാണാൻ എന്ത് ചെയ്യരുത്? ഇടയാകരുത്. ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാ ദൈവം. അപ്പോൾ പുതിയ നിയമസഭയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ തോന്നിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന ആരാധനയ്ക്ക് വന്നിട്ട് കാര്യമില്ല. നമ്മുടെ നഗ്നത വെളിവാക്കുന്ന പെൺപിള്ളേരാണേലും ആൺപിള്ളേരാണേലും ഒരു പ്രായം കഴിഞ്ഞാൽ ഇറക്കമുള്ള ഡ്രസ്സ് ഇടണം, നിർബന്ധമാണ്. നമ്മൾ ടൂറ് പോകുന്നതും പാർട്ടിക്ക് പോകുന്നതും ഇട്ടുകൊണ്ട് സഭായോഗത്തിൽ വരാൻ പാടില്ല. കാരണം പാസ്റ്റർ എതിർക്കുമെന്നല്ല പറഞ്ഞത്, പാസ്റ്റർക്ക് എന്നെ എതിർക്കേണ്ടത്. ഹല്ലേലൂയ. എനിക്ക് ഇൻ ചെയ്തുകൊണ്ട് ആളുകൾ നടക്കുന്ന ഈ ആരാധന നടക്കുന്ന എനിക്കൊരു താല്പര്യവുമില്ല. ഇന്നലെ ഞാൻ ഒരു മനുഷ്യൻ ഇൻ ചെയ്ത് ഞാൻ ശരിക്കൊന്ന് ശ്രദ്ധിച്ചു. ഒരു പൈക്കോ പുറകിൽ നോക്കിയാലോ ബാക്കി ഭാഗവും പൃഷ്ഠഭാഗവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളതിൻ്റെ പുറകെ ഇരിക്കുക. ഇത് ആർക്കാ കാണണ്ടേ? അതേസമയം അത് നിങ്ങൾ മൂടി. ശുശ്രൂഷയുടെ സമയം ഞാൻ പറഞ്ഞേ. സായിപ്പ് എന്തെങ്കിലും കാണിച്ചെന്ന് ഓർത്ത് അതനുസരിച്ച് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. സായിപ്പ് കാണിക്കുന്നത് സായിപ്പ് അതിൻ്റെ ആ ഉടുപ്പ് അകത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ അവൻ കോട്ടിടും. ആ കോട്ടിനകത്ത് അല്ലെങ്കിൽ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കമ്പിളി കൊണ്ടുള്ള ഇതാണ് പാൻറ്റിൻ്റെ പോക്കറ്റ്. കാരണം അവൻ്റെ കൈ മരയ്ക്കുന്നതുകൊണ്ട് ഗ്ലൗസ് അവൻ ഇട്ടില്ലെങ്കിൽ ഈ കൈ ആ പോക്കറ്റിലേക്ക് ഇടാൻ വേണ്ടി ഇട്ട് ചൂട് കിട്ടാൻ വേണ്ടി ആ സായിപ്പ് ഇത് ചെയ്തേക്കുന്നത്. ആ പോക്കറ്റ് കമ്പിളി രോമം കൊണ്ടുള്ളതാണ് പോക്കറ്റ്. അപ്പോൾ നമ്മുടെ മലയാളി സായിപ്പന്മാരും ഈ കൈ രണ്ടും പോക്കറ്റിനകത്തോട്ട് കയറ്റി ഇന്നും ചെയ്ത് ഇങ്ങനെ നടക്കാമെന്ന് പറയുമ്പോൾ അത് ഞാൻ എതിരല്ലാട്ടോ പറയുന്നത്. ഇതന്നെ സത്യം. കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അവർ കാണിക്കുന്നത് അവർക്ക് തണുപ്പുള്ള സ്ഥലമാണ് അവർ. അപ്പോൾ അവർ ഉൾവസ്ത്രം ധരിക്കും. ആ ഉൾവസ്ത്രത്തിൽ പെട്ടതാണ് അവരുടെ ഷർട്ടും ഇതുമൊക്കെ. അപ്പോൾ ആ അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ അവർ കോട്ടിടും, സ്വെറ്ററിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആലയത്തിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആലയത്തിൽ വരുമ്പോൾ സ്തോത്രം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങരുത് സഹോദരിമാർ. മുടി അഴിച്ചിട്ടുകൊണ്ട് വരുന്നത് ആലയത്തിൽ വരുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്നെ ക്രൂശിക്കരുത്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. മുടിയൊക്കെ സ്ലൈഡും കുത്തി അതിൻ്റേതായ രീതി വരണം. ഇത് ആരാധനയാണ്, സൗന്ദര്യം കാണിക്കുന്ന ഇടമല്ല. അതൊക്കെ നമുക്ക് പുറത്ത്. ആരാധനയെ വരുമ്പോൾ ആരുടെയും സൗന്ദര്യം കാണണ്ട. അവരവരുടെ ഭർത്താക്കന്മാരൊക്കെ കണ്ടാൽ മതി സൗന്ദര്യം. അപ്പോൾ മുടിയൊക്കെ അഴിച്ചിട്ട് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യമാണ്. ശിക്ഷയുണ്ടാകും. ആരാധനയ്ക്ക് നമ്മൾ അലക്ഷ്യമായിട്ടിരുന്നാൽ, അലക്ഷ്യമായി ഡ്രസ്സ് ധരിച്ചാൽ, അലക്ഷ്യമായിട്ട് നമ്മൾ നടന്നാൽ സ്തോത്രം നിശ്ചയമായിട്ടും അതിന് ശിക്ഷയുണ്ട്. ഇത് ആര് പറയും? പറഞ്ഞ പാസ്റ്റർമാരെ കുറ്റം പറയല്ലേ? ഹല്ലേലൂയ. ആർക്കാ നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ ആരെയും കണ്ടുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. എനിക്ക് ആ നിയോഗം കിട്ടിയോണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ആരാധന വരുമ്പോൾ ആരാധന സ്ട്രിക്റ്റായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അല്ലെങ്കിലും മുടി കുറവുള്ളവർ ചിലപ്പോൾ മുറിച്ചിടും. അതിനൊന്നും എതിര് നമുക്കില്ല. മുടി കുറവുണ്ടെങ്കിൽ മുറിച്ചിടാം. ഇനി തലേ തുണിയിടാൻ മനസ്സില്ലാത്തൊരു മുടി അങ്ങ് കട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ തലേ തുണിയിടണ്ട. കംപ്ലീറ്റ് പെണ്ണുങ്ങൾ മുടി തലയിലിടാൻ ഷാളിടാൻ മടിയാണെങ്കിൽ മുട്ടയടിച്ച് എന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കട്ട് വെച്ചാലും കുഴപ്പമില്ല. മുടിയുള്ളവർ തലയിൽ എന്ത് ചെയ്യണം?
നിങ്ങൾ എന്നെ എന്നോട് എതിരായോ? മൂടുപടം ഇടണം, മൂടുപടം ഇടണം. മൂടുപടം ഇട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അത് മൂടുപടമാകട്ടോ. ആരും തോന്നരുത്, ചിലപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വരുമ്പം ഒന്നും കണ്ടില്ലെങ്കിൽ കൊച്ചിൻ്റെ ഷഡ്ഡി എടുത്ത് തലയിൽ വെക്കുന്നവരുണ്ട്, ഒന്നും കിട്ടാഞ്ഞിട്ട്. അതല്ല കേട്ടോ ഇടുന്നത്. കാരണം തലയിൽ എന്തെങ്കിലും ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതല്ല. ഞാൻ കുറേയൊക്കെ കണ്ടും കേട്ടിട്ടുള്ള ആളല്ലേ. അപ്പോൾ അതല്ല, തലയിലിടുക എന്ന് പറഞ്ഞാൽ മൂടുപടം ഇട്ട് തല മൂടി കിടക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതെല്ലാം ദൈവസഭയുടെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും പെട്ട കാര്യമാണ്. ഇതൊന്നും ഇപ്പോൾ ഈ നാളുകളിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല. പ്രസംഗിച്ചാൽ സഭയിൽ നാളുകൾ പോകും. സഭയിൽ നാളുകൾ പോയാൽ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചു ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച ആളുകൾ എന്നെ കളഞ്ഞെന്ന്. അപ്പോൾ പ്രസംഗിക്കാൻ പറ്റുമോ? അപ്പോൾ സഭയിൽ നാൾ പോകാതിരിക്കാനാണ് ഇങ്ങനെ മൂടി 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 ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ആരാധനയുടെ ഇടയിൽ അലക്ഷ്യമായി നടക്കുന്നതും തെറ്റായ കാര്യമാണ്. ആവശ്യമുള്ളവർ, ഉത്തരവാദിത്വം മൈക്കും കാര്യവും ചെയ്യുന്നവർ, സാക്ഷി പറയുമ്പോൾ മൈക്ക് കൊണ്ടേ കൊടുക്കുന്നവർ, അങ്ങനെയൊക്കെ ഒന്നും നടക്കുന്നത് അതിനും ഒരു ചന്തമുണ്ട്. ആ രീതിയിലല്ലാതെ ഊടുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ കാര്യമാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സ്തോത്രം, പണ്ട് നമ്മുടെ സഭകളിൽ സാക്ഷ്യത്തിന് പറയുമ്പോൾ എല്ലാവരും കൂടെ പാട്ട് പാടി എഴുന്നേൽക്കുമ്പോൾ അത്യാവശ്യം മൂത്രം ഒഴിക്കാനൊക്കെ പോകുന്ന പ്രായമുള്ള ആളുകൾ പതുക്കെ ഇറങ്ങിപ്പോകും. അപ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ല. അവർ പാട്ട് പാടി സ്വത്രാഴ്ച എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കയറി വന്നിരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞത്, ഇതിനെല്ലാം ഒരു ക്രമമുണ്ട്. പുരോഹിതൻ്റെ ഡ്രസ്സിന് പോലും, അടിവസ്ത്രത്തിന് വരെ നിങ്ങൾ പ്രമാണം വായിച്ചു നോക്കുക. അടിവസ്ത്രം വരെ ഇട്ടിട്ട് വേണം അവൻ വരാൻ വേണ്ടി. എന്ന് വെച്ചാൽ അവൻ്റെ ലജ്ജ അവിടെ കാണാനിടയാകരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പം നമുക്ക് തോന്നുന്ന ലജ്ജയായതിൽ മാനം തോന്നുന്നു എന്നാണ് പറയുന്നത്. ലജ്ജയായതിൽ മാനം തോന്നുന്നു. അതുപോലെ പെണ്ണുങ്ങളാണേലും കഴുത്തൊന്ന് ഒത്തിരി വെട്ടിത്താഴ്ത്തി ഇറക്കി, മുൻവശവും പുറകുവശവും ഒന്ന് ഇറക്കി താത്തിയൊക്കെ വെട്ടുന്നത് ദൈവമക്കൾക്ക് യോജിച്ച കാര്യമല്ല. പഴയ കാലത്ത് നമ്മുടെ അമ്മച്ചിമാരെന്തിനാ ചട്ടയും മുണ്ടും ഇട്ടുകൊണ്ട് നടന്നത്? എന്നിട്ട് അതിനൊരു ഞൊറിവുണ്ടായിരുന്നു. ആ ഞൊറിവ് എന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ പൃഷ്ഠഭാഗം അത് ഞൊറിവിന് നീളമുണ്ട് കേട്ടോ, അങ്ങ് കുറേ കിടക്കും. ഞാൻ പ്രായമുള്ള അമ്മച്ചിമാരോട് വളർന്നവനാണ്. അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു രീതിയുണ്ട്. സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞത് പുരോഹിതൻ്റെ പ്രമാണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറഞ്ഞത്, അവൻ്റെ വിയർപ്പ് പോലും അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, വിടാൻ പാടില്ല. സ്തോത്രം. സാധാരണയായി സ്തോത്രം യാഗമുണ്ട്. 2 ഉത്സവം അവിടെ നടക്കും. ഒന്ന് കൂടാരപ്പെരുന്നാൾ അവരാചരിക്കും. പെസഹായും കൂടാരപ്പെരുന്നാളും ആചരിക്കും. പക്ഷേ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട് ഈ സഹസ്രാബ്ദ ആലയത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ പെസഹ കുഞ്ഞാട് ആരായിരുന്നു? കർത്താവ്. അതുകൊണ്ട് അവിടെ ഒരു കുഞ്ഞാടിനെ അറക്കുന്നില്ല, പെസഹ കുഞ്ഞാടിനെ അറക്കുന്നതായിട്ട് അവിടെ എഴുതിയിട്ടില്ല. നിങ്ങളോട് പുസ്തകം വായിക്കണം കേട്ടോ, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. പെസഹ കുഞ്ഞാടിനെ എന്ത് ചെയ്യുന്നില്ല, അറക്കുന്നില്ല. പക്ഷേ അവിടെ കാളക്കുറ്റന്മാരെയും അങ്ങനെ ആടുകളെയൊക്കെ അറക്കും. പെസഹ കുഞ്ഞാടെന്ന് പറഞ്ഞ് എഴുതുന്നില്ല. കാരണം നമ്മുടെ പെസഹ കുഞ്ഞാട് എന്ത് ചെയ്തു? അറക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായം 16 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 16 വാക്യം. എന്നാൽ യെരൂശലേമിന് നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിപ്പാനും നമ്മൾ ശ്രദ്ധിക്കണം. സഹസ്രാബ്ദ വാഴ്ചയിൽ യെരൂശലേമിൽ കർത്താവ് വാഴുമ്പോൾ ഈ ശേഷിച്ചിരിക്കുന്ന സകല ജാതികൾ ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും. അപ്പോൾ അവിടെ അത് കർത്താവ് സ്ഥാപിച്ചതാണ്. ഇനി അത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് കർത്താവിനോട് ചോദിക്കണം. കർത്താവ് സ്ഥാപിച്ചൊരു കാര്യമാണ്. കർത്താവ് യെരൂശലേമിൽ രാജാവായി വാഴുമ്പോൾ സകല ജാതികളും എന്ത് ചെയ്യണം? ആ കൂടാരപ്പെരുന്നാളിന് വേണ്ടി വരണം. ഹല്ലേലൂയ. കൂടാരപ്പെരുന്നാളിൽ, അല്ലെങ്കിൽ അടുത്ത താഴോട്ട് വായിച്ച ചങ്ങ അവസാനിപ്പിച്ചോ. അത് ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യെരൂശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല. അപ്പൊ നോക്കിക്കേ, ഇനിയിപ്പോ പണി പാടുന്ന കണ്ടോ? അവിടെ ചെന്നില്ലെങ്കിൽ ആ ദേശത്ത് എന്ത് ഉണ്ടാകത്തില്ല, മഴയുണ്ടാകത്തില്ല. ഇപ്പൊ കൃപായുഗം ആയതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ അങ്ങ് പോവുക. കൃപായുഗം ആയതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പോവുക. കൃപായുഗം ആയതുകൊണ്ട് നമ്മൾ നിലനിൽക്കുക. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ.
അതുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരുങ്ങാം, വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി ജീവിക്കാം. ഓരോ ദിവസവും നമ്മൾ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ഒരു ശകലമെങ്കിലും നമ്മൾ ആത്മീയമായി വളരണം. ഓരോ സഭായോഗം കഴിയുമ്പോഴും ആത്മീയമായി വളരണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് നിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാൻ കർത്താവേ